നമസ്തേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ധനുമാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 2024 ഡിസംബർ 24-ാം തീയതി മുതൽ ഡിസംബർ 30-ാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്ത് നമുക്ക് ഡിസംബർ 30-ാം തീയതിയാണ് നമ്മുടെ അമാവാസി കറുത്ത വാവ് വരുന്നത്. പിതൃകർമ്മത്തിന് ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു. ശ്രാദ്ധാദി കർമ്മങ്ങൾ, ബലികർമ്മങ്ങൾ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക, അതിനേറ്റവും അനുകൂലമായ ദിവസമാണ് അമാവാസി. അത് വരുന്നത് ഡിസംബർ 30-ാം തീയതിയാകുന്നു. അതിനാൽ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവർക്ക് അനുകൂലമായ ദിനമാകുന്നു മൂലം നക്ഷത്രം, തിങ്കളാഴ്ച ഡിസംബർ 30-ാം തീയതി. നമുക്ക് മേടം മുതൽ 12 രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് മകരം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ മകരം രാശിക്കാർക്ക് രാശിയിൽ ശുക്രൻ, 2-ാം ഭാവത്തിൽ ശനി, 3-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, 11-ാം ഭാവത്തിൽ ബുധൻ, 12-ൽ സൂര്യൻ. ഇങ്ങനെയാണ് ഫലം. ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ ഒരു പോഷായ ചിന്തകളൊക്കെ നല്ലതാണ്. പക്ഷേ അതിലൂടെ തനിക്ക് ധനനഷ്ടമൊന്നും വരാതെ നോക്കുക. പലപ്പോഴും ഭൗതികമായ സുഖത്തിൻ്റെ പ്രതീകമായ ഗ്രഹമാകുന്നു ശുക്രൻ. ഈ ശുക്രൻ ലഗ്നത്തിൽ വരുമ്പോൾ സ്മരനിപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കാമകലകളിൽ ബിരുദനാവുക, സുഖം അസ്യ അസ്ഥി, സുഖത്തോടു കൂടി വരിക. അതിനാൽ ഭൗതിക സുഖത്തിൻ്റെ ആഗ്രഹങ്ങൾ ധാരാളം വരും. അത് ധനനഷ്ടത്തിൽ പോകരുത്. ഇവിടെ ശുക്രന് ചൊവ്വാദൃഷ്ടിയുണ്ട്. പലപ്പോഴും ചില സൗഹാർദ്ദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ, ഇതിലൂടെ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക. അഗമ്യജര അങ്കനാസു നിരതഃ സന്ധ്യക്ത ലജ്ജഃ അഘൃണഃ എന്നൊരു ഫലം മകരം രാശിക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഗമിക്കാൻ പാടില്ലാത്ത പ്രായക്കൂടുതലുള്ള ചില സ്ത്രീകൾ തന്നെ ലൈഫിലേക്ക് വരിക, അതിലൂടെ തനിക്ക് ഭാവിയിൽ മാനഹാനി വരിക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടപെട്ടാൽ തന്നെ അതിൽ നിന്നും ഊരി വരാൻ പറ്റാതിരിക്കുക. തൻ്റെ ലോലത്വം കൊണ്ട് അവിടെ തന്നെ ആ രീതിയിലുള്ള വിഷയത്തിൽ വ്യാപരിക്കുക. അതിലൂടെ പേരുദോഷം, ധനനഷ്ടം, മാനഹാനി, വൈവാഹിക ജീവിതത്തിലുള്ള ക്ലേശങ്ങളൊക്കെ വരും. യാത്ര പലപ്പോഴും അനുകൂലമായി വരുന്ന വാരമാകുന്നു. കാരണം യാത്രാപതിയായ ഗ്രഹം ചന്ദ്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ് ധർമ്മസ്ഥിതി ശീതകൗ. സൗഭാഗ്യം, സന്താന ശ്രേയസ്, അതേ രീതിയിൽ മക്കൾക്ക് വളരെയധികം ശ്രേയസ് എന്നൊരു ഫലമുണ്ട്. അതിനാൽ യാത്രാവിഷയത്തിൽ തടസ്സങ്ങളുണ്ടാകും. യാത്രാസ്ഥാനത്ത് ചൊവ്വയാണ്. ഒരു കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഒരു വാതിലിന് മുട്ടേണ്ടുന്ന സ്ഥലത്ത് 10 വാതിലുകൾ മുട്ടേണ്ടി വരും. അതിനാൽ പലപ്പോഴും യാത്രാ തടസ്സം ഈ ചൊവ്വ ഉണ്ടാക്കും. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ യാത്രാ മുട്ടി ചെയ്യണം. ശത്രുദോഷവും ധാരാളം വരും. ശത്രുമുട്ടും ചെയ്യുക. മുഹൂർത്തഭംഗത സ്പർദ്ധിനാം മേദിനീജഹ. ചൊവ്വ 7 വരുമ്പോൾ ശത്രുക്കളെ കൊണ്ട് തനിക്ക്, സ്പർദ്ധികളെ കൊണ്ട് ഭംഗമുണ്ടാകും. അവരുടെ പ്രഹാരങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അവരിൽ നിന്നും തനിക്ക് മാനസികവും ശാരീരികവുമായ ക്ഷതങ്ങൾ, മുറിവുകൾ വരും, പരിക്കുകൾ വരും. അതിനാൽ ശത്രുത പരസ്പരം പരമാവധി ഒഴിവാക്കാൻ നോക്കുക. മധ്യസ്ഥത പറയുന്നത് വളരെ നല്ലതാണ്. ഭൂമി വിവാദങ്ങളും ഇല്ലാതെ നോക്കുക. തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് യാത്രാസുഖം കാണുന്നുണ്ട്. അവരുടെ വിദ്യാസംബന്ധമായ വിഷയത്തിൽ അവർക്ക് യാത്ര വരിക അതിന് വളരെ അനുകൂലമാണ്. അതേ രീതിയിൽ പല പുതിയ സൗഹൃദങ്ങളും വരും. ദാമ്പത്യത്തിനപ്പുറത്ത് പുതിയ സ്ത്രീ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ പുരുഷ സൗഹൃദങ്ങൾ വന്ന് അതിലൂടെ മനസ്സിന് സമാധാനമുണ്ടാകും. ഭോഗാസക്തനാകും. അഷ്ടമാധിപനായ ഗ്രഹം സൂര്യൻ 12-ലാണ്. അതിനാൽ ശാരീരികമായി വളരെയധികം അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഡിസ്ക്, നടു, വെള്ളത്തിൽ തെന്നി വീഴുക മുതലായ ബുദ്ധിമുട്ടുകളൊക്കെ വരും. സാമ്പത്തിക വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ല. ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ വളരെയധികം ബൗദ്ധിക തലത്തിൽ പ്രവർത്തിച്ച് കാശ് വാങ്ങേണ്ടുന്ന സമയമാകുന്നു. അതിനാൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്, ലോട്ടറി വ്യാപാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ലോട്ടറി ലഭിക്കുക. ഷെയർ മാർക്കറ്റിൽ നിന്നും ധനസമ്പാദനത്തിനൊക്കെ അനുകൂലമായ സമയമാണ്. എല്ലാ പ്രിയപ്പെട്ട മകരം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ
ശുഭാശുഭ ഫലങ്ങളാണ്. കുംഭൻ രാശി എന്നാൽ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. രാശിയിൽ ശനി, 2-ൽ രാഹു, 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ ചന്ദ്രൻ, കേതു, 10-ാം ഭാവത്തിൽ ബുധൻ, 11-ാം ഭാവത്തിൽ ആദിത്യൻ, 12-ൽ ശുക്രൻ. ഇവിടെ മകരൻ രാശിക്കാർ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ കർമ്മമേഖലയിൽ ചില പുത്തൻ ഉണർവുകളുണ്ടാകും. ഊർധ്വമുഖ രാശിയാണ്. 10-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. കർമ്മമേഖല നല്ലതാണ്. 11-ൽ ആദിത്യനുണ്ട്. അതിനാൽ പലപ്പോഴും രാജാവിൻ്റെ അധികാരം, ചിഹ്ന, മുദ്രകൾ തനിക്ക് ലഭിക്കുന്നു. പല കാര്യങ്ങൾക്കും തനിക്കൊരു പ്രാധാന്യം കൈവരിക, രാജാവിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ, അധികാരികളുടെ ചില പ്രത്യേക സൗഭാഗ്യങ്ങൾ തൻ്റെ ആ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലൂടെ തനിക്ക് ലഭിക്കുന്ന ഭാരമാകുന്നു. അമ്മയെ ധാരാളം ശുശ്രൂഷിക്കേണ്ടുന്ന സമയമാണ്. കുംഭൻ രാശിയിൽ ഇന്ന് ശശമഹായോഗമാണ്. എങ്കിലും മാതാവിന് സ്വസ്ഥത അത്ര കാണുന്നില്ല. മാതാവിന് ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഭാരമാകുന്നു. കാരണം അഷ്ടമത്തിൽ ചന്ദ്രനാണ്. തൻ്റെ വീട് ഒരു ആശുപത്രിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും വീട്ടിൽ ശാരീരികമായ ക്ലേശങ്ങൾ സംജാതമാകുന്ന ഭാരമാകുന്നു. സഭാവിദ്യതേ ഭൈഷജി തസ്യ ഗേഹേ പജൽ കർഹിജിത് ക്വാധമുദ്ഗോതകാനി മഹാവ്യാധയോ ഭീതയോ വാരിഭൂതാഹ. വലിയ രോഗങ്ങളുണ്ടാകും. ജലജന്യമായ രോഗങ്ങൾ, വൈറൽ ഫീവർ, വെള്ളത്തിലൂടെ വരുന്ന രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ബി, ഈ രീതിയിലുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ. ലിവർ പേഷ്യൻസിന് വളരെയധികം ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം. മദ്യപാനികൾ വളരെയധികം ശ്രദ്ധിക്കുക. മദ്യപാനത്തിലൂടെ തനിക്ക് ധനനഷ്ടം പ്രശ്നമല്ല, പക്ഷേ ശരീരത്തിന് നഷ്ടമുണ്ടാകും. മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അല്ലാതെ കർമ്മമേഖല യാതൊരു ദോഷവുമില്ല. ആത്മീയമായ വിഷയത്തിലേക്ക് കൂടുതൽ വ്യാപരിക്കുക, അത് പലപ്പോഴും വളരെ നന്മ ചെയ്യും. കാരണം 4-ാം ഭാവത്തിൽ വ്യാഴമാണ്. വീട്ടിലെ ആഭരണങ്ങൾ നഷ്ടപ്പെടരുത്. വളരെ ദൂരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വസ്ഥമായ ആഭരണം ലോക്കറിൽ വെക്കാതെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ അൾമാറ ഭേദിച്ച് കള്ളന്മാർ കാശ് കൊണ്ടുപോകും. അതേ രീതിയിൽ ഇലക്ട്രിക്കായ സാധനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിന് ഷോക്ക് ക്ഷതമേൽക്കുന്ന സമയമാകുന്നു വൈദ്യുതി കൊണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. നിർബന്ധമായും കർമ്മമേഖലയിലുള്ള തടസ്സങ്ങൾക്ക് പരിഹാരമായി ശത്രുമുട്ട്, കർമ്മമുട്ട് ചെയ്യണം. 12-ലെ ആദ്യത്തിന് നിർബന്ധമായും നിങ്ങൾ സന്തോഷിപ്പിക്കണം. അതിന് ഏറ്റവും നല്ല പരിഹാരം ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മുതലായവയാണ്. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശി പ്രേക്ഷകർ അതിശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ 2.25 നക്ഷത്രങ്ങളുടെ സമൂഹമാകുന്നു. മീനൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ രാഹുവാണ്. 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, 9-ാം ഭാവത്തിൽ ബുധൻ, 10-ാം ഭാവത്തിൽ ആദിത്യൻ, 11-ൽ ശുക്രൻ, 12-ൽ ശനി. പ്രായണ പുരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇവിടെ സന്താനപതിയായ ചന്ദ്രൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. യാത്രാസുഖം ലഭിക്കുവാൻ കൂടുതൽ യോഗം കാണുന്നുണ്ട്. വിവാഹ വിഷയങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന വ്യക്തി പെട്ടെന്ന് ഒരു വിവാഹ വിഷയത്തിലേക്കുള്ള താല്പര്യം കാരണം ആ വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടും. ദദദ്ദാർശം സപ്തമേ ശീതരശ്മിഹി. തനിക്ക് ഭാര്യാസുഖം, സ്ത്രീസുഖം ലഭിക്കുമെന്നാണ്. അതിനാൽ വിദേശത്തുള്ള വ്യക്തിക്ക് പെട്ടെന്ന് നാട്ടിൽ വരാം, അല്ലെങ്കിൽ ദൂരത്തുള്ള വ്യക്തിക്ക് പെട്ടെന്ന് വന്ന് ഫാമിലി സുഖം, അല്ലെങ്കിൽ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഭാര്യയെ കൂട്ടിപ്പോവുക, ഭാര്യാസുഖം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ധനിത്വം ഭവേത് അധ്വവാണിജ്യതോപി. വഴിക്കച്ചവടം ചെയ്ത് കാശുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ യാത്രാവേളയിൽ അല്ലെങ്കിൽ പെട്ടിക്കച്ചവടക്കാർക്ക്, റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ജ്യൂസ് വിൽക്കുന്നവർക്ക്, ഇളനീർ വിൽക്കുന്നവർക്ക്, വാഴ ഫലങ്ങൾ വിൽക്കുന്നവർക്ക് പ്രായേണ ഒരു അനുകൂലമായ സമയമാണ് ഈ ഒരു വാരം. 5-ാം ഭാവത്തിൽ നീചസ്ഥായി നിൽക്കുന്ന ചൊവ്വ ഉദരരോഗത്തെ, വൈറസ് സംബന്ധമായ രോഗത്തെ ഉണ്ടാക്കും. അതും ശ്രദ്ധിക്കണം. രതി സ്ത്രീജനെ മൃഷ്ടഭുക് ലുബ്ധചേത. സ്ത്രീജനെ രതി. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ തീവ്രമായ മതം, കാമമുണ്ടാകുമ്പോൾ സ്ത്രീജനങ്ങളോട് രതി ഉണ്ടാകും. അതിനാൽ ശ്രദ്ധിക്കണം മീനൻ രാശി. അറിയാതെ യാത്രയിലൊക്കെ വല്ല പീഡനക്കേസിലും പ്രതിയാകും മീനൻ രാശിക്കാർ. വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളോട് സഭ്യമായ രീതിയിൽ പെരുമാറുക. എന്തെങ്കിലും വാക്ക് പറഞ്ഞ് അതിലൂടെ താൻ അകപ്പെടുന്ന സമയമാണ്. ഇവിടെ വാഗ്പതി നീചസ്ഥനാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. സ്ത്രീകളോടുള്ള പെരുമാറ്റം മാന്യമായ രീതിയിൽ, അന്തസ്സായ രീതിയിലായില്ലെങ്കിൽ അതിലൂടെ ബുദ്ധിമുട്ടുകൾ വരും. ഇവിടെ പലപ്പോഴും 9-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ തീർത്ഥാടനത്തിലൂടെ മനസ്സിന് സുഖം വരും. അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ശ്രമിക്കുക.
അത് വളരെ ഗുണകരമായി വരും. ഈ സമയത്തൊക്കെ നിർബന്ധമായും ഉത്രട്ടാതി നക്ഷത്രക്കാർക്കൊക്കെ പറശ്ശിനിക്കടവ് മുത്തപ്പനെയൊക്കെ സന്ദർശിക്കാം ശനിയാഴ്ചകളിൽ. ഇനി ശൈവേറ്റ് ഗോഡ് അല്ലെങ്കിൽ ഹനുമാൻ അല്ലെങ്കിൽ അയ്യപ്പൻ മുതലായ ശനീശ്വര ദേവതകളെ കാണുക, പ്രാർത്ഥിക്കുക, തങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പറയൂ. 10-ലെ സൂര്യൻ 2 വീലർ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ക്ലേശങ്ങൾ വരേണ്ട സാധ്യത കൂടുതലാണ്. അധോമുഖ രാശിയാണ്. കർമ്മ തടസ്സം വരാം. കർമ്മത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും തൻ്റെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട വാശി കാരണം, കഠിനാധ്വാനം കാരണം മറ്റുള്ളവർക്ക്, തൻ്റെ സബോർഡിനേറ്റ്സ്, ഇവർക്കൊക്കെ മാനസികമായ മുഷിച്ചൽ നമ്മളോട് വരും. അതിനാൽ അവരെ മുഷിപ്പിക്കാതെ നോക്കണം. 11-ലെ ശുക്രൻ വളരെ നല്ലതാണ്. ഇവിടെ സന്താന സ്ഥാനത്തിലേക്ക് അനുകൂലമായ സമയമൊക്കെയാണ്. അതിനാൽ വിവാഹ ജീവിതത്തിൽ സന്താനങ്ങളെ അഭിലഷിക്കുന്നവർക്ക് ഡോക്ടറെ കാണാനൊക്കെ തങ്ങളുടെ ചെറിയ ചെറിയ വൈകല്യങ്ങൾ മരുന്നിലൂടെ മാറി മുന്നോട്ട് പോകാൻ വളരെ അനുകൂലമാണ്. ദേഹമുട്ടി ചെയ്യണം. വയർവേദന, ഉദരരോഗം മാറാൻ വേണ്ടി കർമ്മമുട്ടി ചെയ്യണം. കർമ്മത്തിലുള്ള മറ്റുള്ളവരുടെ ഇടപെടലുകൾ, തനിക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി. 12-ലെ ശനി ഞാൻ പറഞ്ഞു, കള്ളന്മാരെ ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശി പ്രേക്ഷകർക്കും വളരെ ശോഭനമായൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.